ഹലോ, ഗുഡ് ഈവനിങ്. ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങിയത് കേട്ടോ. വൈകുന്നേരം എന്നെ ഒരു വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് വഴിയറിയില്ല, ഞാൻ തപ്പി പോവാ. ആദ്യമായിട്ട് പോകുന്നതാണ്. അവിടെ ചെന്നിട്ട് വേണം ഫോൺ വിളിക്കാൻ. പോകുന്ന വഴിക്ക് ഒരമ്പലമൊക്കെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. 4:30 ആയി. നല്ലപോലെ ഉറങ്ങി എണീറ്റ് ഫ്രഷായിട്ട് പോവാ. ഇതുണ്ടോ വലിയൊരു ആൽമരം. ഇവിടെ നവഗ്രഹങ്ങളെ ഇരുത്തിരിക്കുന്ന കേട്ടോ. രണ്ട് മരങ്ങളുണ്ട് കേട്ടോ, വലുത്. എൻ്റെ വീടിൻ്റെ ഇപ്പുറത്തെ ബാക്ക് സൈഡാണ് കേട്ടോ ഈ റോഡ്. ഈ റോഡൊക്കെ നേരത്തെ എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ റോഡൊന്നും ഇത്ര ഇമ്പ്രൂവ് ആയിട്ടേ ഇല്ലായിരുന്നു കേട്ടോ. ചെറിയ ഇങ്ങനെ ചെറിയ വഴികളുണ്ടായിരുന്നുള്ളൂ. ഇപ്പം ഇതെല്ലാം നല്ല കടകളൊക്കെ ആയി. എനിക്ക് പക്ഷേ ഇങ്ങോട്ടേക്ക് വരേണ്ട ആവശ്യമില്ല കേട്ടോ. ഞങ്ങൾ പോകേണ്ട അപ്പുറത്തേക്കാണ്. പറഞ്ഞ പോലെ ചോദിച്ച് പോകാം. ഞാൻ വല്ല അറിയാമെന്നൊക്കെ അവർ ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞു കേട്ടോ. പിന്നെ ഞാൻ വേറൊരു ടെമ്പിളിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ ആ ടെമ്പിളല്ല, അത് അവർ പറഞ്ഞിരിക്കുന്ന ലൊക്കേഷൻ ടെമ്പിളിൻ്റെ അടുത്താണ്. ഫൈനലി ഞാൻ റോഡ് കണ്ടുപിടിച്ചു കേട്ടോ. അവിടെ ഒരു നമ്മുടെ നരസിംഹസ്വാമി എന്ന് പറയും ഹനുമാനിട്ട് ഒരു സ്റ്റാച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ആ റോഡിൽ കൂടെ നേരെ താട്ട് പോകണം പോലും. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഒരു ഈവനിങ് വാക്കും ആയിട്ടുണ്ട് എനിക്ക്. ഈ റോഡൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ചെറിയ റോഡ്. വാട്ടർ ടാങ്കാണ് സിഗ്നൽ. വാട്ടർ ടാങ്ക് ഇതുണ്ടോ വന്നു നോക്കട്ടെ. അപ്പം ഞാൻ അവരുടെ വീട്ടിൽ പോയിട്ട് വന്നു. ഒരു അർജൻറ്റ് എന്നെ വിളിച്ചിട്ട് പോയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഒരു ആൻറ്റി ഉണ്ട്, അവരെ കാണാൻ വേണ്ടി പോയതാണ്. എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോവാ. 6:30 ആയി. വീട്ടിൽ പോയിട്ട് ഇനി കറിയൊക്കെ വെക്കാനുള്ളതാണ്. അപ്പം ഞാൻ വീട്ടിലെത്തി. വരുന്ന വഴിക്ക് കുറച്ച് വീഡിയോ എടുത്തുള്ളൂ കേട്ടോ. ഞാനൊരു ചീര വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. ഇന്ന് ചീര കൊണ്ടാണ് എൻ്റെ കറി. ചീര നിങ്ങൾക്ക് അറിയോ? ഇതുണ്ടോ ഈ ഇലയുള്ള ചീര. ഇത് നമ്മുടെ നാട്ടിലെ പറമ്പിലൊക്കെ നിൽക്കുന്ന കാണുന്നത്. പക്ഷേ ഇതൊന്നും നമ്മൾ കഴിക്കലെന്നാണ് തോന്നുന്നത്. ഇത് ഞാൻ ഇഷ്ടം പോലെ കണ്ടിട്ട്. ഇത് കണ്ടോ, ഇതൊക്കെ കഴിക്കണം കേട്ടോ. ഈ ചീര നോക്കിയേ. ഇവിടെ എല്ലാം ഇങ്ങനെ വാങ്ങാൻ കിട്ടുന്നതുകൊണ്ട് ഇതുണ്ടോ. ഞാൻ ചീരത്തോരൻ ഉണ്ടാക്കുന്ന വെച്ചു. ഇവിടുത്തെ പോലെ കേട്ടോ. മൂങ് ദാലില്ല, അതൊക്കെ ഇട്ട് ഞാൻ ചീരത്തോരൻ വെക്കും. അപ്പം 6 മണിയായി. തോരനൊക്കെ വെച്ചിട്ട് വേണം ഇനിയിപ്പോൾ ഡ്യൂട്ടിക്ക് പോകണം. ഞാൻ കുളിച്ചില്ല. അവരുടെ വീട്ടിൽ അർജൻറ്റായിട്ട് വിളിച്ചുകൊണ്ട് പോയിട്ട് ഇപ്പം പോയിട്ട് പെട്ടെന്ന് തന്നെ വന്നെന്ന് പറഞ്ഞാൽ ഞാൻ പോയിട്ട് പെട്ടെന്നില്ല, ഒരു 1 അവർ ഞാൻ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. 1 അവർ ഒരു വർക്കുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് വരുന്ന വഴിക്കാണ് ചീര ഇരിക്കുന്നത്. റെഡ് ചീര കണ്ടു കേട്ടോ നമ്മുടെ നാട്ടിലെ. അത് വാങ്ങാമെന്ന് വിചാരിച്ചപ്പോൾ അത് നമുക്കിങ്ങനെ ചാറ് വെക്കാൻ പറ്റിയല്ല. ഇത് തോരനും ചാറും കൂടെ വെക്കുന്നത്. ഞാൻ നമ്മൾ ദിവസങ്ങളെ കാണിച്ചു തന്നില്ല അത് തന്നെ. അപ്പോൾ അത് നമ്മൾ ചാറ് വെക്കും, അത് ഫുള്ള് റെഡ് കളറായിരിക്കും. ഇതാകുമ്പോൾ നമുക്ക് സാധാരണ ഗ്രീൻ കളർ പോലെ വരില്ല. അതുകൊണ്ട് പിന്നെ അത് വാങ്ങിച്ചില്ല. അത് വാങ്ങിച്ചവർ തോരൻ മാത്രം വെക്കാനേ പറ്റുള്ളൂ. അപ്പം ഞാൻ കറി വെക്കട്ടെ കേട്ടോ.